ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെ തയ്യാറാക്കുന്നത്. ഞാൻ അതിനായിട്ട് ചിക്കൻ ഇവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് തൈരാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ടർമറിക് പൗഡർ ഒരു 3/4 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ സവോള നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ചുക്കയുടെ പ്രത്യേകം നമ്മൾ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്ത സവോളയാണ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണേൻ്റെ ഫ്രൈ ചെയ്യണമെന്നില്ല, നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്താലും മതി. ഞാനിതിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവോള നല്ലതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് കോരണം, അല്ലെങ്കിൽ നമ്മുടെ എണ്ണയ്ക്കകത്ത് ചൂടി കിടന്ന് വീണ്ടും നന്നായി കരിഞ്ഞു പോകും. ഇനി നമുക്ക് ബാക്കിയുള്ള സവോളയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീഡിയം സൈസ് സവോള 5 എണ്ണമാണ് എടുത്തിരുന്നത്. ബാക്കി സവോളയും കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോള നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ സവോള ഫ്രൈ ചെയ്തത്. നമ്മളിങ്ങനെ നന്നായിട്ട് ഞരടിയിടുന്നെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു അത് സവോള നല്ലതുപോലെ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ. നമുക്കൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന പൊടികളാണ്. ഞാനിവിടെ മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും. ഇപ്പോൾ പൊടികൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അത് 3 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്, ചിക്കൻ ചുക്ക എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ തൈരൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ തൈര് ചേർത്തൊക്കെ ചിക്കൻ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിലെ വെള്ളമൊക്കെ ഇതിനകത്ത് ഇറങ്ങുന്നത്. ഞാനിവിടെ ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിലെ വെള്ളം നമ്മൾ വേകുമ്പം ഇതിലേക്ക് ഇറങ്ങും, അതുകൊണ്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല വെള്ളമാവും. ഇനി ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 10-20 മിനിറ്റ് ഇത് വേവാൻ വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ. ഇതുകൊണ്ട് ഇപ്പോൾ നോക്കി നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഉണ്ടോ, ചിക്കനൊക്കെ ഇതുണ്ടോ വേഗം വെന്തിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ ഇപ്പോൾ ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം നമ്മൾ വറ്റിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. നമ്മൾ സവോള ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് വെള്ളം നന്നായിട്ട് അത് കുറുകി വറ്റിക്കോളും നല്ലപോലെ. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം വറ്റിക്കേണ്ട ആവശ്യം വരുന്നില്ല, തന്നെ വറ്റിക്കോളും. ഈ സമയത്ത് നമ്മുടെ സവോള ഫ്രൈ ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത്. കുരുമുളക് പൊടി നമുക്കിവിടെ ഒരു 1 ടീസ്പൂണും പിന്നെ പെരിഞ്ജീരകം, അത് നമ്മുടെ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂണും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ഈ ചിക്കൻ ഏകദേശം വെന്തതാണ്. ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിക്കോളും. ഇപ്പോൾ നമ്മുടെ ആ ചിക്കൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ചെറു തീയിൽ വെച്ച് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ ചുക്ക റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, പിന്നെ സവോളയുടെ ഇതൊക്കെ ചെയ്ത് നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ നോക്കി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കണേ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് ഒത്തിരി അങ്ങ് ഡ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.